ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിന്റെ തിരുവചനത്തിൽ പ്രാർത്ഥനയുടെ ശക്തി വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തിരുവചനം വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന. അത് വളരെ ഫലിക്കുന്നതാണ് എന്നുള്ളത്. ഇംഗ്ലണ്ടിൽ വെച്ച് മൂഡിയും അതേപോലെ ജോർജ് മുള്ളറും തമ്മിൽ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഏതാണ്ട് 2000 കുട്ടികളെ 3 കെട്ടിടങ്ങളിലായി പാർപ്പിച്ച് അവർക്ക് വേണ്ടുന്നതാകുന്ന വിദ്യാഭ്യാസവും അതേപോലെ ഭക്ഷണവും ഇതെല്ലാം നൽകിക്കൊടുത്തുകൊണ്ട് ജോർജ് മുള്ളർ തന്റെ ആ വാർദ്ധക്യത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏതാണ്ട് യൗവനക്കാരനായ 30 വയസ്സ് അടുത്ത് പ്രായമുള്ള മൂഡി മുള്ളറിനെ കണ്ടുമുട്ടുന്നത്. അപ്പോഴും മറ്റു ചില കെട്ടിടങ്ങളുടെ കൂടി പണികൾ ഇവിടെ മുള്ളറിന്റെ ഈ കുട്ടികൾക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂഡി ഇപ്രകാരം ചോദിച്ചു, ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് അങ്ങ് നടത്തുന്നത്? അഥവാ മൂഡിയും ചില കെട്ടിടങ്ങൾ അതിനോടകം YMCA പോലെയുള്ള കെട്ടിടങ്ങൾ പണിയിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി താൻ ധാരാളം ഫണ്ട് ശേഖരണം നടത്തുവാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. അനേക ബിസിനസ്സുകാരെ ചെന്ന് കാണുവാനും അവരുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുവാനും അവർക്ക് ഡിന്നർ ഒരുക്കുവാനും ഇങ്ങനെ രാവും പകലും അധ്വാനിച്ച് ചില കെട്ടിടങ്ങള് മൂടി പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താൻ ചോദിപ്പാനിടയായി തീർന്നു, എങ്ങനെയാണ് ഇത്രത്തോളം കാര്യങ്ങൾ അങ്ങ് ചെയ്യുന്നത്? അത് മനസ്സിലാക്കിയാൽ തന്റെയും ജീവിതത്തിൽ അത് അപ്രകാരം ഒന്ന് അനുകരിക്കാമല്ലോ എന്നുള്ള ആഗ്രഹത്തോടെയാണ് മൂടി അത് ചോദിച്ചത്. എന്നാൽ മുള്ളർ പറയുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മൂടി പറഞ്ഞു, ഞാനും പ്രാർത്ഥിക്കുന്നു. എന്നാൽ അതിന് മറുപടിയായിട്ട് മുള്ളർ ഇപ്രകാരം പറഞ്ഞു, മിസ്റ്റർ മൂടി, നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നത് അത് അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല. ദൈവത്തിന് DL മൂഡിക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും എന്നതാണ് പ്രധാനം. അഥവാ ദൈവത്തിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ദൈവം നിങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ നിങ്ങൾ സാവകാശം നിന്നുകൊടുക്കുന്നത് എന്ന് അദ്ദേഹം പറയുവാനായിട്ട് ഇടയായത്. മനുഷ്യർ അവര് ക്ഷീണ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, രാവും പകലും ഓടുകയാണ്. കർത്താവിന്റെ വേലയിലും അങ്ങനെ പലവിധമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ എന്തൊക്കെയോ ദൈവത്തിനു വേണ്ടി തങ്ങൾ ചലതിച്ചു കൊടുക്കണം എന്നുള്ളതാകുന്ന നിലയിലുള്ള ഓട്ടമാണ് പലയിടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ പിന്നത്തേതിൽ അതെല്ലാം സ്വന്തം ആഹാരത്തിന് വേണ്ടി മാത്രമായി തീരും എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു. നമ്മുടെ കഠിനാധ്വാനം കൊണ്ടോ അല്ലെങ്കിൽ നാം കുറെ പ്രവർത്തിച്ചത് കൊണ്ടോ അല്ല, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നാം നിന്നുകൊടുക്കുന്നവരായി തീരുമെങ്കിൽ നിശ്ചയമായിട്ടും അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതെ, അപ്രകാരം ഒരു പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ഇടയായി തീരട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമായി. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമായി. I love
അന്വേഷിപ്പിൻ കണ്ടെത്തും, യാചിപ്പിൻ എന്നാൽ ലഭിക്കും. അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാൻ എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാൻ എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം ആത്മാവിൽ